വേണമെങ്കിൽ പറയാതാ മക്കളെ. ഞാൻ ആശുപത്രിന്ന് വരുന്ന മോള് കിടക്കുക. ബിഷപ്പിന്റെ വില അറിഞ്ഞ പട്ടിണി എന്താണെന്ന് അറിഞ്ഞ ചേച്ചി ഒന്നും ബാലൻസ് വരുമോ കളയോ എടുക്കോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഒരു മുടക്കവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. ആശുപത്രിയിലായപ്പം 10 ദിവസം മുടങ്ങി. ഭഗവാന്റെ സഹായം, ഇത് ഭഗവാനാണ് മോളെ, അല്ലാതെ എനിക്കൊന്നുമല്ല. ഞാനല്ല വയ്യാത്ത, ഞാനെന്താ ഞാൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ വികാരം എന്ന് പറയുന്നത് ബിഷപ്പ് തന്നെയാണ്. സൗമ്യമോളും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ സൗമ്യം തിരുവനന്തപുരത്ത് ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേര്. എനിക്ക് ജീവനുള്ളിടത്തോളം കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പൊ 1 രൂപയെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ അവരോടൊക്കെ സ്നേഹമായി. മഴക്കാലം ആണെങ്കിലും വലിയ ആൾക്കാരൊക്കെ എല്ലാം എത്തുന്നുണ്ട്. എല്ലാരും എത്തും. 12:30 ആകുമ്പോ ഇവിടെ കൊടുത്തിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കല്ലുന്താഴത്താണ്, കൊല്ലം ജില്ലയിലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 1.5 വർഷമായി ഈ കല്ലുന്താഴം പ്രദേശത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ജലജ ചേച്ചി. ബിഷപ്പിന്റെ വില അറിഞ്ഞ പട്ടിണി എന്താണെന്ന് അറിഞ്ഞ ചേച്ചി അല്ലെ. അപ്പോ നമ്മുടെ ചേച്ചി ഇപ്പോ ഇവിടെ ഉണ്ട്. ചേച്ചി കൊടുത്തു കഴിഞ്ഞല്ലേ? ചോറൊക്കെ തീർന്നോ? ചോറൊക്കെ തീരാറായി മോളെ. 12:30 തുടങ്ങിയതാ. തീരാറായി. നമ്മള് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇങ്ങനെ പോവാണല്ലേ. ഭഗവാന്റെ അനുഗ്രഹം, ഞാനല്ല, ഭഗവാനാണ് അനുഗ്രഹിക്കുന്നത് അല്ലേ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ സാധാരണ കുറച്ചു നാൾ കഴിയുമ്പോ ഇതൊക്കെ ഇങ്ങനെ നിന്ന് പോകും. ഇപ്പോഴും അല്ലെ വീണ്ടും ഞങ്ങളിവിടെ എത്താണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ്. എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചേക്കുവാണ്. കണ്ടോ, പായസം വരെ ഉണ്ടെന്ന്. ഇന്ന് പായസം വരെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇവിടെ ഈ ആരെങ്കിലും നടത്തുമ്പോ പായസവും കൊടുക്കും, പപ്പടവും. ഇന്നൊരു ആണ്ടാണ്. അപ്പൊ അവര് വരുന്ന പൈസക്ക് നമ്മള് പായസവും എല്ലാം വയ്ക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കൊടുക്കാനുള്ളത് നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഇല്ല, ചിലപ്പോഴൊക്കെ നടത്തുന്നവര് കാണും. അല്ലെങ്കിൽ നമ്മൾ തന്നെ. പിന്നെ ആരെങ്കിലും അരി കൊണ്ട് തരും. പിന്നെ നല്ല 5-6 മക്കളുണ്ട്. അവരുടെ സഹായം കൊണ്ട് വാടകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ഇപ്പൊ മഴയും വെള്ളത്തിലൊന്നും ഇരിക്കണ്ട. പിന്നെ പൈസയൊക്കെ അവര് തരുന്നോണ്ട് വാടക കാര്യങ്ങളും. എല്ലാവർക്കും സൗകര്യം ഉണ്ടോ ഇരിക്കാനൊക്കെ? 5 പേര് ഇവിടെ നിൽക്കും. പിന്നെ അവിടെ ആ കടയെ അടച്ചിട്ടേക്കും. അപ്പൊ അതിന്റെ അവിടെ 5-6 പേര് വന്ന് പോകുമല്ലേ, നിൽക്കുമല്ലോ. 12:30 തുടങ്ങും. 1:30 ആകുമ്പോഴത്തേക്ക് ഒരുവിധം തീരും. ചിലപ്പോ 1:45 വരെ കാണും. അങ്ങനെ. ചേച്ചി ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണോ? അത് കൂട്ടിന് ആരെങ്കിലും? വേറൊരാള് ചോറൊക്കെ വെക്കാനും വെളിയിലുണ്ട്. അകത്തെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ. ശരിക്കും ഇന്ന് വരെ ഒരു മുടക്കവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. ആശുപത്രിയിലായപ്പം 10 ദിവസം മുടങ്ങി. പിന്നെ പൊതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തന്നെ വെക്കാൻ തുടങ്ങി. ഇടയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? അത് എവിടെ വെച്ചായിരുന്നു? അത് മുഖത്തിലേന്ന് വരുന്ന വഴിക്ക് ലോക്ക് വീണു. പക്ഷെ അപകടം വലുതായിരുന്നു. പക്ഷെ ഭഗവാൻ താങ്ങി. ചെറുതായിട്ട് തല മാത്രമേ പൊട്ടിയുള്ളൂ. വേറെ ഒടിഞ്ഞതോ ചതഞ്ഞതോ ഒന്നുമില്ല. ഭഗവാന്റെ സഹായം, ഇത് ഭഗവാനാണ് മോളെ, അല്ലാതെ എനിക്കൊന്നുമല്ല. ഞാനല്ല വയ്യാത്ത, ഞാനെന്താ ഞാനാ. ഭഗവാന്റെ ശക്തി. രാവിലെ വരുന്നു, എല്ലാം ചെയ്യുന്നു. 50 പേരുണ്ട് മോനെ കഴിക്കാൻ. അരിയൊന്നും അളക്കുന്നൊന്നുമില്ല. അങ്ങനെ തോന്നുന്ന കണക്കോ കാര്യം ഒന്നിനും ഒരു കണക്കുമില്ല. ഉണ്ണുന്നതിനും കണക്കില്ല, കൊടുക്കുന്നതിനും കണക്കില്ല. നമുക്ക് ഒരുപാട് അധികം വന്ന് പോകാറില്ല. ഇല്ലതാ കണ്ടോ, എല്ലാം തീരും കണ്ടോ. തീർന്നില്ല. നമ്മള് അഥവാ 1-2 പേർ കൊണ്ടേ വെച്ചിട്ട് പാത്രം കഴുകുന്ന സമയം കൊണ്ട് അതിനും ആള് വരും. ഒന്നും ബാലൻസ് വരുമോ കളയോ എടുക്കോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അത് ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഭഗവാൻ ഉണ്ടാകാം. അതുകൊണ്ട് പോകുന്നു. അതുതന്നെ ഈശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ സഹായിക്കുന്നവരോടെല്ലാം നമ്മൾ പറയാം ആയുസ്സും ആരോഗ്യവും അവർക്ക് ഭഗവാൻ നല്ലത് കൊടുക്കണം. ഒരുപാട് സമ്പത്തും കൊടുക്കണം. കാര്യം തരാൻ മനസ്സൊന്നല്ല. ഈ വീഡിയോയിൽ കൂടെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവരും കൊടുക്കുന്നുണ്ടെന്ന് അറിയുന്നു. ഇപ്പം തന്നെ സൗമ്യമോളും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വീഡിയോ സൗമ്യം തിരുവനന്തപുരത്ത് ഭക്ഷണം കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ സന്തോഷവതിയാണ്. എനിക്കിത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. കൊടുക്കണം. എത്ര കാലം കൊടുക്കാൻ പറ്റും അത്രയും കാലം. ജീവനുള്ളിടത്തോളം കാലം കൊടുക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തേക്കുന്നു. ഇന്നെന്തൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു മോളെ. ഇന്ന് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ അവിയല്. പിന്നെ നമ്മളിന്ന് ഇച്ചിരി പാൽപായസം വെച്ച, അതെ നമ്മള് അമ്പലപ്പുഴ പായസം പോലെ വെച്ചതാ. പിന്നെ നാരങ്ങ അച്ചാറ് കട്ടിക്ക്. അത് മതി, തന്നെ ധാരാളം അല്ലേ? ചേട്ടാ സ്ഥിരം കഴിക്കുന്നതാണോ? കഴിക്കാറുണ്ടല്ലോ. പോയി 12:30 താമസിച്ചു പോയോ? ഭഗവാനാരും മുടക്കില്ല. ഇങ്ങനെയാണ് നമ്മുടെ നല്ല അവിയലും സാമ്പാറും.
അതാ അത് വേണം. പായസം അതുകൊണ്ട് അവിടെ കസേരയുണ്ട്. ഓക്കെ. എല്ലാവരോടും നന്ദിയുണ്ട് മക്കളെ. ഇതിനെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് 1 രൂപയെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ അവരോടൊക്കെ സ്നേഹമായിരുന്നു. മഴക്കാലം ആണെങ്കിലും വലിയ ആൾക്കാരൊക്കെ എല്ലാം എത്തുന്നുണ്ട്. എല്ലാരും എത്തും. 12:30 ആകുമ്പോ ഇവിടെ കൊടുത്തിരിക്കണം. ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ കിട്ടുമോ? ജോലി ചെയ്തോണ്ട് കൊടുക്കുന്നവർക്ക് 1 മണി 1:30 മണിയാവും. ഇത് 12:30 തുടങ്ങിയിടം മുതൽ ഇപ്പോഴും വരെയും 12:30. ഞങ്ങൾ വരാൻ ഒരിച്ചിരി താമസിച്ചു പോയി, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഏതായാലും ഒത്തിരി സന്തോഷം. ഇവിടെ വരുന്ന ആളുകൾ കറക്റ്റ് 12:30 ആകുമ്പോൾ നമ്മുടെ ഈ കല്ലുതാഴത്ത് വന്നിട്ട് നമ്മുടെ ചേച്ചി തിരക്കാണ്. ഈ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. മക്കളെ ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന മോള് സുഖമില്ലാതെ കിടക്കുക. കേൾക്കുന്നുണ്ടോ? ഈ ചേച്ചി തിരക്കി വരുന്ന ആളുകളാണ്. കണ്ടോ, 12:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ ആളുകളാണ്. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കൃത്യം ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഭക്ഷണം തീർന്നു പോകും. അതിന് അളവും കാര്യങ്ങളും ഒന്നുമില്ല. വരുന്നവരാരാണോ അവർക്ക് മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു അവസരമാണ്. ഈ അമ്മ വരാൻ ഒരിച്ചിരി താമസിച്ചു പോയി. ഏതായാലും ജലജ ചേച്ചിയുടെ ഈ ഒരു ഭക്ഷണം കൊടുക്കുക, അതായത് ലോകത്തിലെ ഏറ്റവും മഹത്തായ വികാരം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ്. അപ്പൊ ആ വിശക്കുന്നവൻ ആഹാരം എന്നുള്ള ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ചേച്ചിക്ക് കൊടുക്കാൻ പറ്റട്ടെ. ആ സന്ദേശം എന്നേക്കും എല്ലാവരിലേക്കും പടർത്തട്ടെ. എല്ലാവരും വിശക്കുന്നവൻ ഒരു നേരത്തെ ആഹാരം എന്നുള്ള ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു കൃത്യം അത് നിങ്ങളും നടത്തുക, ഞങ്ങളും നടത്തും. ക്യാമറമാൻ അൻഷാദിനൊപ്പം മിലുവനിസ് വിസ്മയൻ.